നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ഹിന്ദുത്വ സംഘപരിവാർ ബെൽറ്റിന്ന് അടുത്തൊരു പ്രൊപ്പഗണ്ട എലിവാണം അവർ പടച്ചു വിട്ടിരിക്കുകയാണ്. ഇങ്ങനെ നല്ലൊരു ഐഡിയ തന്നെ മദ്രാസ് എത്തുന്നതിന് മുമ്പ് ഫുൾ സ്ക്രിപ്റ്റ് ഞാൻ തരും. 450 കിലോ ഉള്ള ബീഫും മേടിച്ച് സ്വയം ഇവിടെ നമുക്ക് തന്നെ തിന്നാ തീരില്ല 1 കിലോ ബീഫ്. അപ്പോഴാണ് വേറൊരാളെ ആര് കുത്തിത്തിരിക്കാൻ വേണ്ടി അങ്ങനെ ബീഫ് മാത്രമായിട്ട് കൊടുത്തോണ്ട് എന്റെ കുഞ്ഞിന് 2 പൊറോട്ടയും കൂടി ഇട്ട് കൊടുത്തേ. അവള് കഴിക്കും, അടങ്ങിയിരുന്ന അവള് കഴിക്കും. അവള് കേരളത്തിൽ നിന്നുള്ള ആണെങ്കിൽ അവള് കഴിക്കും. പൊറോട്ട ബീഫ് കറിയാണ് അവളെ അലയും. ഈ പൊറോട്ടയും ബീഫ് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളികൾക്ക് അത് വെറും ഒരു ഭക്ഷണമല്ല, ഒരു വികാരമാണ്. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഇത്രയും വർഗീയത കുത്തി നിറച്ചൊരു ഐറ്റത്തിന് സെൻസർ ബോർഡ് എങ്ങനെ UA16+ സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല. ഇൻസ്പയർഡ് ബൈ മെനി ട്രൂ ഇവന്റ്സോ എന്താണാവോ ഈ ട്രൂ ഇവന്റ്സ്? ഇതിൽ കാണിക്കുന്നതൊക്കെ ട്രൂ ആണോ? ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. പട്ടി അത് നിങ്ങൾ ട്രൂ ആന്ന് പറഞ്ഞ് എഴുതി കാണിച്ച് നോർത്തുള്ളവന്മാരെ പുളകം കൊള്ളിക്കാനാണോ? ഞാനൊരു സാധാരണ മനുഷ്യനായതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുകയും ചെറിയ കാര്യങ്ങളിൽ പ്രകോപിതനാകുകയും ചെയ്യാറുണ്ട്. ഇനി ഒരു വാക്കിയാൾ മിണ്ടിയാൽ ഉറപ്പായിട്ട് ഞാൻ ഇയാളെ തല്ലും. മൂക്ക് പൊട്ടിക്കുന്നോ ബീഫ് കുഴച്ച് പൊട്ടിക്കുന്നോ? എന്താ പൊന്നളിയ, ഇത് എഴുതിയവനെ കൊണ്ടുവാ. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. ബീഫ് കഴിക്കണ ഈ കോമഡി സാധനമൊക്കെ വെച്ചിട്ട് എടാ ഈ മതം കൺവേർട്ട് ആവുന്നതും ബീഫ് കഴിക്കുന്നതും തമ്മിൽ എന്ത് വന്നു എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. വെറുതെ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട. ഏതായാലും സംഗതി ആകെ പ്രശ്നം തന്നെയാണ്. ഈ മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ ഒക്കെ കൂടി തമ്മിൽ തല്ലിക്കാനായിട്ട് ഓരോ തന്തയില്ലാത്തവന്മാർ ഓരോ സിനിമ ഇറക്കി വിടും, 1, 2 പറഞ്ഞ്. ചില ആളുകളിലേക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇറങ്ങിച്ചെല്ലും. അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് ഈ സിനിമ വഴി ഇമ്മാതിരി കാട്ടവരാതെ അവർ പടച്ചു വിടുന്നത്. ദ കേരള സ്റ്റോറി എന്ന് പറഞ്ഞതിനേക്കാ, അതായത് പാർട്ട് 1 ഭീകരത കൂടിയ ഒരു പോയിസൺ ആണ് ഈ 2 എന്ന് പറയുന്നത്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. പറഞ്ഞിട്ട് കാര്യമില്ല, ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. നല്ല ചേറ്റ പരിപാടിയാണ് കാണിച്ചു വെച്ചിട്ടുള്ളത്. ഉള്ള എന്താണെങ്കിലും ഇനി മേല ഇമാതിരി പോക്കൃതം കാണിക്കണം. മനസ്സ് നിറഞ്ഞു. തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം വരട്ടെ.